അരുത് കാട്ടാള എന്ന് പറഞ്ഞ് ആ ക്രൗഞ്ച മിഥുനങ്ങളുടെ ആ വ്യഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ വിഷമതയിൽ മനസ്സുമൊന്ന് പാടിയ ആ വാൽമീകി തന്നെയാണ് 14,000-ഓളം വരുന്ന നിശാചരികളായ രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത കോദണ്ഡധാരിയായ രാമനെ കുറിച്ചും എഴുതിയത് ഹക്സർ. അധർമ്മികളായിട്ടുള്ള രാക്ഷസവംശത്തെ മുച്ചൂടും നശിപ്പിച്ച് രാവണനെ പോലുള്ള അധർമ്മിയായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള ആ രാക്ഷസനെതിരെ യുദ്ധം ചെയ്ത് ആ രാവണനെ പരാജയപ്പെടുത്തിയ ആ രാമൻ കോദണ്ഡധാരിയായ രാമനായിരുന്നു ഹക്സറെ. അപ്പൊ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒപ്പം കോദണ്ഡധാരിയായ ആ രാമനെയും ഉയർത്തിപ്പിടിച്ചത് ഇതേ വാൽമീകി തന്നെയാണ്. അപ്പൊ ആ വാൽമീകിയുടെ രാമനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ആ വാൽമീകിയുടെ രാമനാണ് ഗാന്ധിയുടെ രാമൻ. ആവേണ്ടതും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഗാന്ധിയുടെ രാമന് വാൽമീകിയുടെ രാമനുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജി രാമായണത്തിലെ രാമൻ പിടിച്ച ചില ഗുണവിശേഷങ്ങളെ അദ്ദേഹം പ്രൊജക്ട് ചെയ്ത് കാണിച്ചു, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. വാൽമീകിയുടെ രാമൻ ഇതെല്ലാം ചേർന്ന രാമനാണ്. ആ രാമനെയാണ് ഭാരതത്തിലെ ഹിന്ദു സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഹക്സർ പറയുണ്ടായി, തെറ്റായ രീതിയിൽ ഒരാൾ പഴയ കാലത്ത് തെറ്റ് ചെയ്തു, ആ തെറ്റ് ആവർത്തിക്കണമോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഞാൻ ഹക്സറിനോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇടത് ചരിത്രകാരന്മാരോ എപ്പോഴെങ്കിലും ഹിന്ദു സമൂഹത്തോട് ദയാപൂർവം പെരുമാറിയ ഒരു ചരിത്രം കാണിക്കാമോ? നിങ്ങൾ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞോ, നിങ്ങൾ ഈ അവകാശവാദം ഉപേക്ഷിക്കണം, നിങ്ങൾക്ക് ഈ കെട്ടിടവുമായിട്ട് വൈകാരികമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു വൈദേശിക അക്രമി സ്ഥാപിച്ച ഒരു കെട്ടിടം, അവിടെ ഹിന്ദുക്കൾ അവരുടെ രാമൻ ജനിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു, അത് നിങ്ങൾ വിട്ടുകൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം. ഹിന്ദുക്കളുടെ വിശ്വാസമാണത്. അത് അവരുടെ ആദിമ ഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള അങ്ങ് തന്നെ ഇവിടെ ഉന്നയിച്ച രാമചരിത മാനസം, തുളസീദാസന്റെ രാമചരിത മാനസം, അല്ലെങ്കിൽ സ്കന്ദപുരാണം, ഇതിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ രാമന്റെ ജന്മസ്ഥാനം ഹിന്ദുക്കൾ സഹസ്രാബ്ദങ്ങളായി വിശ്വസിക്കുന്നതല്ലേ? അത് അവർക്ക് വിട്ടുകൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഒരു ഉപദേശം, ഒരു നിർദ്ദേശം നിങ്ങളുടെ ഇടതുപക്ഷ ചരിത്രകാരന്മാരോ നിങ്ങളുടെ ബുദ്ധിജീവികളോ നിങ്ങളോ ഒരിക്കലെങ്കിലും ഈ മുസ്ലിം സമൂഹത്തോടും ഈ വാദമുന്നയിച്ച മുസ്ലിം നേതൃത്വത്തോട് പറയാൻ ഹക്സറെ നിങ്ങളുടെ പാർട്ടിയോ നിങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരോ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അത് പരിഹരിക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ, ഇത് പറഞ്ഞതാരാ? MGS നാരായണൻ പറഞ്ഞ കാര്യമാണ്. ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ വക്കാലത്തുമായിട്ടാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാർ വന്നത്. ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയെ ഒരു തീരുമാനത്തിലെത്തിക്കാതെ, ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാതെ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ, മുസ്ലിം ഹിന്ദു വിഭജനം ആളിക്കത്തിക്കാൻ, മുസ്ലിം സമൂഹത്തിനെ വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇടതുപക്ഷ ചരിത്രകാരന്മാരും ഇടതുപക്ഷക്കാരുമായിരുന്നു എന്ന് പറഞ്ഞത് MGS നാരായണനെ പോലുള്ള ഒരാളല്ലേ. ഇനി മറ്റൊരു കാര്യം കൂടി അനിൽ നമ്പ്യാർ ഞാൻ പറയാം. ഞാൻ പറയട്ടെ, ഇടതുപക്ഷത്ത് ക്രിസ്ത്യൻ സഖാക്കന്മാരുണ്ട്, ഇടതുപക്ഷത്ത് മുസ്ലിം മതത്തിൽപ്പെട്ട സഖാക്കന്മാരുണ്ട്, ഇടതുപക്ഷത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കന്മാരുണ്ട്. ഇവിടെ ബാലചന്ദ്രൻ ഇപ്പോൾ നടത്തിയ പ്രസ്താവന നമുക്ക് എല്ലാവർക്കും അറിയാം. M സ്വരാജ് മുമ്പ് ശബരിമല സീസൺ കാലത്ത്, പ്രക്ഷോഭകാലത്ത് നടത്തിയ പ്രസ്താവന നമുക്കറിയാം. എന്തിന്? ഷംസീർ, AN ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവന അറിയാം. അപ്പോ മുസ്ലിം മതത്തിൽപ്പെട്ട ഷംസീർ, ഹിന്ദു മതത്തിൽപ്പെട്ട ബാലചന്ദ്രൻ, സ്വരാജ്, ഇങ്ങനെ ഒട്ടനവധി സഖാക്കന്മാർ അവര് ഹിന്ദു വിശ്വാസങ്ങളെ, ഹിന്ദു ഗ്രന്ഥങ്ങളെ, ഹിന്ദു ആചാരങ്ങളെ, ക്ഷേത്രങ്ങളെ ഒക്കെ വിമർശിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാറില്ല, ഒരു മടിയും കാണിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഹക്സറിനോട് ചോദിക്കട്ടെ, ഹക്സറെ, നിങ്ങൾക്ക് ഇസ്ലാം മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഖാവ്, എന്തിന് സഹയാത്രികനായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന KT ജലീലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രമുഖ സഖാവ് എന്ന് പറഞ്ഞ് ഇപ്പോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ കുടിയിരുത്തിയിട്ടുള്ള മരുമോൻ സഖാവോ, അല്ലെങ്കിൽ സ്പീക്കറായിട്ടിരിക്കുന്ന AN ഷംസീറോ, അല്ലെങ്കിൽ നിങ്ങളുടെ DYFIയുടെ നേതാവായിട്ടിരിക്കുന്ന റഹീമോ അടക്കമുള്ള മുസ്ലിം മതത്തിൽപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർ ഇസ്ലാമിനകത്തെ, ഇപ്പൊ ഇവിടെ രാമായണത്തെയും രാമനെയും ശ്രീകൃഷ്ണനെയും മനുസ്മൃതിയെയും ധർമ്മഗ്രന്ഥങ്ങളെയും വേദങ്ങളെയും ഒക്കെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി സഖാക്കന്മാരെ നിങ്ങൾക്ക് കാണാം. എന്നാൽ
ഖുറാനെതിരെ ശബ്ദിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലെ ഈ പറയുന്ന എന്താ പറയാ, നമ്മൾ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, സ്ത്രീകളോടുള്ള സമീപനം, കുട്ടികളോടുള്ള സമീപനം, അവരുടെ സ്വത്താവകാശത്തെ സംബന്ധിച്ചുള്ള സമീപനം, ഇത്തരത്തില് അത് മാത്രമല്ല അവിശ്വാസികളോടുള്ള ഇസ്ലാമിന്റെ സമീപനം, ബഹുദൈവ വിശ്വാസികളോടുള്ള ഇസ്ലാമിന്റെ സമീപനം, ഇത്തരം സമീപനങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ, മുസ്ലിം മതത്തിൽപ്പെട്ട നേതാക്കന്മാർ ആരെങ്കിലും എപ്പോഴെങ്കിലും ശബ്ദിച്ചതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ? ആകുമോ? ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട സഹാക്കന്മാരുണ്ടല്ലോ നിങ്ങൾക്ക്, ഞാൻ പേരെടുത്ത് പറയാതെ നിങ്ങൾക്കറിയാം. അത്തരത്തിൽപ്പെട്ട ആളുകൾ ബൈബിളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സഭയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിമർശനം ഉന്നയിക്കുന്നതായിട്ട്, അവരുടെ വിശ്വാസത്തെ, നിങ്ങൾ പള്ളിയിലച്ചന്മാരെ ചീത്ത പറയുന്നുണ്ടാവാം, നിങ്ങൾ ബിഷപ്പിനെ ചീത്ത പറയുന്നുണ്ടാവാം, എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സഖാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല. എന്നാൽ ഹിന്ദു മത വിഭാഗത്തെ, അവരുടെ വിശ്വാസങ്ങളെ, ആ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഇപ്പൊ മീശ പോലുള്ള ഒരു നോവൽ വരുമ്പോൾ, അതിനെതിരായിട്ട് ഹിന്ദുക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ, അപ്പോഴൊക്കെ അവരെ പിന്തുണയ്ക്കുന്ന, ഈ മീശ നോവലിനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, എം എഫ് ഹുസൈനെ പിന്തുണയ്ക്കുന്ന, എം എഫ് ഹുസൈന് അവാർഡ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കന്മാരിൽ നിന്ന്.